ഇന്ന് നല്ലൊരു ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി നമുക്ക് കാണാമേ. അതിനുവേണ്ടി ഈ ഫ്രോസൺ സ്ലൈസ്ഡ് ചക്കയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ ആ പാക്കറ്റ് പൊട്ടിച്ച് കുക്കറിലിട്ടിട്ട് ഒരു ഇച്ചിരി ഉപ്പും ചൂടുവെള്ളവും കൂടി ഒഴിച്ച് ഒരു ഒറ്റ വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കും കേട്ടോ. ഇനി നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം. 1 കപ്പ് ചെറിയുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി കരിവേപ്പില, പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, 1/2 കപ്പ് തേങ്ങ, പിന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി, എല്ലാം കൂടി ഒന്ന് ചതച്ച് എടുത്താൽ മാത്രം മതി കേട്ടോ. ചക്കയുടെ കണക്ക് പറയാൻ ഞാൻ മറന്നുപോയി. ഞാനിവിടെ എടുത്തേക്കുന്ന 2 പാക്കറ്റാണ്. അതായത് 400 ഗ്രാമിൻ്റെ 2 പാക്കറ്റ്, അതായത് 800 ഗ്രാം ചക്ക. കണ്ട് ഒരൊറ്റൊരു വിസിൽ മതി പഞ്ഞി പോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ചതച്ച് വെച്ചേക്കുന്ന അരപ്പെല്ലാം കൂടെ ഉണ്ടല്ലോ അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ജനിച്ചതും വളർന്നും ഒക്കെ ബോംബെയിലാണെങ്കിലും ചക്കയും കപ്പയും എന്നും എൻ്റെ വീക്ക്നെസ്സാണ്. ചിലവർ ഇത്രയൊന്നും കുഴച്ചെടുക്കൂല കേട്ടോ. പക്ഷെ എനിക്ക് നല്ല കുഴയൻ പരുവത്തിലിരിക്കുന്ന കേട്ടോ ഇഷ്ടം. ചക്കയായാലും കപ്പയായാലും നല്ല പച്ചവെളിച്ചെണ്ണയിൽ ഒന്ന് കടുക് പൊട്ടിക്കാതെ എനിക്കൊരു സംതൃപ്തി ഉണ്ടാവില്ല. അതിനുവേണ്ടി ഇച്ചിരി കടുകും വറ്റൽമുളകും കരിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടല്ലോ ഈ കുഴച്ച് വെച്ചേക്കുന്ന ചക്കയ്ക്കകത്തോട്ട് ഇട്ടൊന്ന് താളിച്ചൊന്ന് എടുത്തേക്കണം കേട്ടോ. എന്നിട്ട് കുക്കർ തുറക്കാൻ പാടില്ല. ഒരു അരമണിക്കൂർ അതങ്ങനെ വെച്ചേക്കണം. ഞങ്ങൾ നടത്തിയ കഞ്ഞി പാർട്ടിക്ക് ഇപ്പം മെയിൻ താരമായിരുന്നു കേട്ടോ. ഈ യൂറോപ്പിലാണെന്ന് ഓർത്തിട്ട് ആരും ചക്കയും കപ്പയൊന്നും മിസ് ചെയ്യരുത് കേട്ടോ. ഫ്രോസൺ ആയാലും സാധനം അടിപൊളിയാണ്.